അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. അവരുടെ ചങ്ങലയൊക്കെയും അഴിഞ്ഞു വീണു. കാരണം അവർ ചങ്ങലയിൽ ബന്ധിതരായി അവരുടെ കാല ആമത്തിലിട്ട് പൂട്ടിയെന്ന് അവിടെ നമ്മൾ വായിക്കുന്നത്. പക്ഷേ അവിടെ കൈയടിച്ചില്ല, അവർ നൃത്തം ചെയ്തില്ല. പക്ഷെ അവർ നിന്ന അവസ്ഥയിൽ ദൈവത്തെ പാടി ആരാധിക്കാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മകനെ ഒരുപക്ഷെ കൈയടിക്കാനൊക്കത്തില്ലായിരിക്കും, ഉറച്ച് പ്രാർത്ഥിക്കാനൊക്കത്തില്ലായിരിക്കും, നിനക്ക് തിരുവചനം വായിക്കാനൊക്കത്തില്ലായിരിക്കും. പക്ഷേ നിനക്ക് നിൻ്റെ മനസ്സിൽ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. നിൻ്റെ ശബ്ദം പുറത്തു വരണ്ട, നീ കൈയടിക്കണ്ട, നീ തുള്ളിച്ചാടണ്ട, ഇതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞു. ഇതൊന്നുമില്ലെങ്കിലും നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയാ, പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായിരുന്നു. പക്ഷെ അവർ പാടി ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടായി. നിൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത്, നിൻ്റെ ആരാധനയ്ക്കകത്ത് ഇതുവരെ കുലുങ്ങാത്ത ചില കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ കുലുങ്ങത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി നടക്കാൻ പോകുക. നിൻ്റെ പ്രാർത്ഥന നിർത്തരുത്, നിൻ്റെ ആരാധന നിർത്തരുത്, നീ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുക. ആ ദൈവപ്രവൃത്തി നിൻ്റെ ലൈഫിൽ ഉടനെ പെട്ടെന്ന് ചിലത് കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.